നമസ്കാരം. ഒരുപാട് സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണം, അത് എത്രത്തോളമാണെന്ന് പറയാൻ പറ്റില്ല. അതിനൊക്കെ മുകളിലാണ്. കാരണം ഇത്രയും കഴിഞ്ഞ കുറേ വർഷത്തെ സിനിമാ ജീവിതത്തിൽ വളരെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഒരു മലയാള സിനിമ ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ, ഇതിൻ്റെ പേര് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ വലിയൊരു ഫീഡ്ബാക്കാണ് കിട്ടിയത് മലയാളി പ്രേക്ഷകരിൽ നിന്ന്. തിരിച്ച് എൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ അതിനും വളരെ നല്ല ഇതാണ് കിട്ടിയത്. അങ്ങനെ ഈ സിനിമയുടെ പല ഘട്ടങ്ങളിലും ഓരോ പോസ്റ്ററുകൾ റിലീസ് ചെയ്യുമ്പോഴും എല്ലാം ട്രെയിലർ റിലീസ് ചെയ്യുന്ന സമയത്ത് വരെ ഇതിന് കിട്ടിയ ഫീഡ്ബാക്ക്, ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള മലയാളികൾ ഇത്രയേറെ എന്നെ വിളിച്ച് അവരുടെ സന്തോഷവും ഇതൊന്നും അറിയിച്ചിട്ടും ഷെയർ ചെയ്തിട്ടുള്ള മറ്റൊരു സിനിമകളും സമീപത്ത് എനിക്ക് ഉണ്ടായിട്ടില്ല. അതിനുശേഷം ആളുകൾക്ക് സംശയമായി, ഇതിനകത്ത് മറ്റൊരു മുഖം കൂടി ഉണ്ടോ, അദ്ദേഹം ഉണ്ടോ എന്ന് എൻ്റെ അടുത്ത് പലരും ചോദിച്ചു തുടങ്ങി. അപ്പോൾ ഞാനത് ഇന്നൊക്കെ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുകയായിരുന്നു. കാരണം എവിടെയാണത് വരുന്നത്, എന്താണെന്നുള്ളത് പ്രേക്ഷകർ തിയേറ്ററിൽ തന്നെ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, അതെന്തായാലും അവിടെ വെട്ടിക്കും തിയേറ്ററിനകത്ത്. ഒരു പൊട്ടൽ അമിട്ട് പൊട്ടുന്ന പോലെ, അത്രമാത്രം ഞാൻ പറഞ്ഞുള്ളൂ. അത് തന്നെ തിയേറ്ററിൽ സംഭവിക്കുകയും ചെയ്തു. മാത്രമല്ല, കേരളത്തിൽ അങ്ങോളമുള്ള എല്ലാ സെൻറ്റേഴ്സിലും ഇന്നലെ രാത്രി തന്നെ എക്സ്ട്രാ ഷോസ് 150 പരം സ്ക്രീൻ എക്സ്ട്രാ വരിക, അതിനേക്കാൾ കൂടുതൽ ഇന്ന് വരുന്നു. കേരളത്തിന് പുറത്തായാലും ഇപ്പോൾ ബാംഗ്ലൂർ, ചെന്നൈ, എല്ലാ സ്റ്റേഷൻസും ഹൗസ്ഫുള്ളായി മാറുക. ഒരേപോലെ തന്നെ സാധാരണ സിനിമയ്ക്ക് രണ്ട് അഭിപ്രായം എപ്പോഴും പറയും. ഒപ്പീനിയൻ ഉണ്ട്, പക്ഷേ കളക്ഷൻ ഇല്ല. അല്ലെങ്കിൽ കളക്ഷൻ ഉണ്ട്, ഒപ്പീനിയൻ കൊണ്ട് കയറുന്നില്ല. ഇങ്ങനെ പല തരത്തിലുള്ളതും പറയും. ഇതെല്ലാം കൊണ്ടും, ഒപ്പീനിയനും കളക്ഷനും എല്ലാം കൊണ്ടും ഒരേപോലെ ഒരു സിനിമ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല, എനിക്ക് വേണ്ടി മാത്രം വന്ന് ഈ കഥാപാത്രം ചെയ്ത് നമുക്ക് താങ്ക് യു. പിന്നെ ഇതിനകത്ത് അഭിനയിച്ച ബാക്കി എല്ലാ ആർട്ടിസ്റ്റും എല്ലാവരും ഉണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഞാൻ നന്ദി പറയുന്നത് തേനി ഈശ്വർ സാറിനോടാണ്. ഇത്ര മനോഹരമായിട്ട് ഓരോ ഫ്രെയിമും ഞങ്ങളെ ഇത്ര സുന്ദരമായി കാണിച്ചു തന്നതിന്. കഥയിൽ തന്നെ പ്രസൻറ്റും 1983 ഇവരുടെ ഫ്ലാഷ് ബാക്ക് വരുമ്പോൾ മറ്റൊരു തരത്തിലും എല്ലാം ചെയ്ത് ഈ സിനിമ ഇത്ര മനോഹരമാക്കി തന്ന അയ്യാ ഉങ്ങൾക്ക് ரொம்ப ഉണക്കത്തെ തെളിയിച്ചു വളരെ. പിന്നെ ഇതിൻ്റെ റൈറ്റർ കൃഷ്ണ സാർ, പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ടത് നമ്മുടെ മുകുന്ദൻ മ്യൂസിക് ഡയറക്ടർ തകർത്തിരിക്കുകയാണ് ഇതിനകത്ത്. ബാക്കി എല്ലാവരോടും ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് എൻ്റെ മലയാളി പ്രേക്ഷകരോടാണ് നന്ദി പറയേണ്ടത്. ഇങ്ങനെ ഈ സിനിമ ഇത്രത്തോളം അവരവിടെ സ്വീകരിച്ചതിനുള്ള ഒരു നന്ദി കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ പ്രസ് മീറ്റ്. താങ്ക് യു സോ മച്ച്. അടുത്തത് ബാറ്റൺ കൈമാറുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക സംസാരിക്കുന്നു. ഞാനെന്ത് പറയാൻ, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സിനിമ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതിന് വലിയ സന്തോഷം. ഞാൻ സിനിമയിലും അതിഥിയാണ്, ഇവിടെയും ഒരു അതിഥിയാണ്. അതെ, സിനിമ വിജയമാകുന്നതിൽ അതിനൊരു ഭാഗമാകുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമുണ്ട്. കാരണം എനിക്കും അതെ. ജയറാമിനുള്ള സ്നേഹത്തിനപ്പുറം ഈ കഥാപാത്രത്തിനുള്ള സ്നേഹം കൂടെയാണ് എന്നെ ഈ സിനിമയിലേക്ക് ആകർഷിച്ചത്. പിന്നെ കഥാപാത്രം സിനിമയിൽ കുറച്ച് സമയമുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ആരെന്നുള്ള ഒരു പ്രതീക്ഷ പ്രേക്ഷകന് സിനിമ കാണുന്നത് മുതൽ ഉണ്ടാകും. ഇതിൻ്റെ സസ്പെൻസ് ഒരു പരിധിവരെയൊക്കെ സൂക്ഷിച്ചു കുറേ കാലം. ജയറാമിൻ്റെ കയ്യിൽ നിന്ന് തന്നെ പോയി ഒരു പ്രാവശ്യം. പക്ഷേ പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 80% പേർക്കും ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ എന്ത് കഥാപാത്രമാണെന്നതിനെ പറ്റി മാത്രമേ ഒരു ഉറപ്പില്ലാത്തതുള്ളൂ. ഏതായാലും അതിൻ്റെ ഒരു ഉദ്ദേശിച്ച എല്ലാ ഫലങ്ങളും സിനിമയ്ക്ക് ഉണ്ടായി എന്നുള്ള അറിയുന്നതിന് വളരെ സന്തോഷം. സാധാരണ നമ്മുടെ സിനിമയ്ക്ക് മുമ്പാണ് ഇങ്ങനെയുള്ള വീരവാദങ്ങൾ മുഴക്കുന്നത്. ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഇതിൻ്റെ സത്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയാവുമെന്ന് തോന്നുന്നു. ഞാൻ ഒരുപാട് പറയുന്നില്ല. ഈ പുറകിലിരിക്കുന്ന കുട്ടികളാണ് ഈ സിനിമയുടെ വലിയ ഭാഗം. അവർക്കൊക്കെ വലിയ അത്ഭുതമാണിത്. ആദ്യത്തെ അനുഭവമാവുന്ന പലരുമുണ്ട്. സിനിമയെന്ന് സ്വപ്നം കണ്ട് അത് യാഥാർത്ഥ്യമാക്കിയതിൽ സന്തോഷം അവരുടെ മുഖത്തുണ്ട്. നാളെയുടെ വാഗ്ദാനങ്ങളാണ്, ഭാവി സിനിമ അവരുടെ കയ്യിലാണ്. അവർക്ക് നിങ്ങൾ വേണ്ട പ്രോത്സാഹനം കൊടുക്കണം, ഞങ്ങളെയൊക്കെ വളർത്തിയതുപോലെ. ഏതായാലും ഈ സിനിമയിലെ കഥാപാത്രത്തെ അനശ്വരമാക്കിയ നശ്വര രാജൻ.
ഇന്നലെ പടം റിലീസായപ്പോൾ നല്ല റെസ്പോൺസാണ് എല്ലായിടത്തു നിന്നും കിട്ടുന്നത്. എനിക്ക് ഈ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ് ഓസ്ലർ. ഒരു നല്ല ക്രൂ, നല്ല സിനിമ, അങ്ങനെയാണ് എനിക്ക് നല്ല ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതിന് മിഥുൻ ചേട്ടൻ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഒരു നല്ല ടീച്ചറായി, നല്ല മെൻറ്ററായി, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു നല്ല ഫ്രണ്ടിനെ പോലെ കൂടെ നിന്ന് എല്ലാം പറഞ്ഞു തന്ന മിഥുൻ ചേട്ടൻ. ജനമേട്ടനോട് എനിക്ക് കോമ്പിനേഷൻ സീൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല, ബട്ട് നമ്മൾ വേറെ സെറ്റിൽ നമ്മളെ കാണുന്ന സമയത്ത് ഓസ്ലറിനെ പറ്റി കുറേ സംസാരിക്കുമായിരുന്നു. ആൻഡ് മമ്മൂക്കയുടെ കൂടെ സെയിം കോമ്പിനേഷനോ സെറ്റിലോ എവിടെയും കാണാൻ പറ്റിയിട്ടില്ല. ബട്ട് മമ്മൂക്ക ഭാഗമായ സിനിമയിൽ ഒരു റോള് ചെയ്യാൻ പറ്റുക, അത് പ്രേക്ഷകർ ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ആ സിനിമയുടെ ഒരു ചെറിയ ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ തേനി സാറെന്ന് എനിക്കിപ്പം ഒരു ഫ്രെയിമും കാണുന്ന സമയത്ത് അത്രയും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എന്നെയും എല്ലാവരെയും പോർട്രേ ചെയ്ത തേനി സാർ. ഒരു DOP എന്നതിനപ്പുറം എനിക്കൊരു ഷോട്ടിൻ്റെ സമയത്തും അപ്പടി പണ്ണാൻ നല്ലായിരിക്കും എന്ന് പറഞ്ഞ് എനിക്ക് ഓരോന്നും പറഞ്ഞിരുന്നു ശ്രീനി സാർ. പിന്നെ പടത്തിൻ്റെ റേഞ്ച് തന്നെ മാറ്റിയ എല്ലാ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് തന്നെ റേഞ്ച് തന്നെ മാറ്റാൻ മിഥുൻ ചേട്ടൻ. പിന്നെ എല്ലാവരും എൻ്റെ കൂടെ എൻ്റെ ഇവരെയാണ് ഞാൻ സെറ്റിൽ ആദ്യം അവസാനം വരെ കണ്ടിരിക്കുന്ന ഇവരെല്ലാവരുമാണ് എൻ്റെ കൂടെ നിന്ന് എനിക്ക് സപ്പോർട്ട്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് തന്ന് എൻ്റെ കൂടെ നിന്ന ഇവരെല്ലാവരും. അപ്പം എല്ലാവരോടും എനിക്കൊരു വലിയൊരു താങ്ക് യു പറയാനുണ്ട്. അപ്പം സിനിമ ഏറ്റെടുത്ത് നിങ്ങൾ മീഡിയ എല്ലാവരോടും ഒരുപാട് സന്തോഷം വന്നതിനും. അപ്പം സിനിമ എന്തായാലും തിയേറ്ററിൽ പോരുന്ന കാണാം. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് ഓസ്ലറിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. எல்லாருக்கும் வணக்கம். ஓஸ்லர் படம் வந்து வெற்றியடை செஞ்சவங்க எல்லாருக்கும் நன்றி. மலையாள சினிமாவில் நான் வர்றதுக்கு மம்முட்டி சார் தான் வந்து என்னை வந்து இங்கே கூட்டிகிட்டு வந்தாங்க. அவருக்கு என்னுடைய நன்றி சார். சார் கூட வந்து நான் பேரன்பு தமிழில் பேசுகிறேன். நான் சார் கூட வந்து பேரன்பு படம் ஒர்க் பண்ணேன். அது ஒரு பெரிய கிஃப்டான ஒரு டைம் எனக்கு ராம் கூட சார் கூட ஒர்க் பண்ண கொடுத்தாங்க. அதில் சார் கூட ஒர்க் பண்ணும்போது எனக்கு அவ்வளோ பிரமிப்பாக இருக்கும். மம்முட்டி சார் கூட ஒர்க் பண்ணுற அந்த நிமிடங்கள் எல்லாமே அது அப்படியே தொடர்ந்து சார் எனக்கு நிறைய வாய்ப்புகள் கொடுத்தாங்க. அப்போது இந்த ஃபிலிமில் ஜெயராம் சார் கூட சேர்ந்து ஒர்க் பண்ணுற ஒரு பெரிய பாக்கியம் கிடைச்சது. மிதுன் மேனுவல் அவர் ரொம்ப பிரமாதமான ஒரு டைரக்டர். டோட்டலாக இங்கே எல்லாருமே அவ்வளோ பிரமாதமாக இருக்குது. பேசுகிறதுக்கு எனக்கு வார்த்தையே தெரியல. ரொம்ப சந்தோஷமாக இருக்குது. அண்டு ரொம்ப அசிஸ்டன்ட் டைரக்டர்ஸ் எல்லாத்தையுமே சொல்லுவோம். அவங்க எல்லாமே ரொம்ப டெடிக்கேட்டடாக ஒர்க் பண்ணுவாங்க ஷூட்டிங் ஸ்பாட்டில். ஒவ்வொரு நாளும் ரொம்ப சந்தோஷமாக போகும். இந்த மேடை இவ்வளோ உங்களை எல்லாம் பார்க்குறது ரொம்ப சந்தோஷம். தேங்க்யூ. அண்ட் மியூசிக் ஸ்கோர் வந்து ரொம்ப பிரமாதம், எல்லாருமே ரொம்ப நல்லா பண்ணியிருந்தாங்க. தேங்க்யூ ஸோ மச். தொடர்ந்து நான் வந்து மலையாள சினிமா இந்த மாதிரி நிறைய பண்ணிகிட்டே இருக்கணும்னு ஆசைப்பட்றேன். தேங்க்யூ ஸோ மச். എല്ലാവർക്കും നമസ്കാരം. ഓസ്ലർ ഇത്രയും വലിയൊരു പോസിറ്റീവ് റെസ്പോൺസോട് റിലീസ് ആയതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും പറഞ്ഞ അതേ ഒരു ത്രിൽ ആൻഡ് എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണ് ഞാനും ഇപ്പോഴുള്ളത്. എനിക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കമ്പോസർ എന്ന നിലയിൽ എപ്പോഴും സിനിമയുടെ ഒരു അവസാന ഘട്ടത്തിലാണ് എൻ്റെ വർക്ക് വരുന്നത്. അപ്പം അതിന് മുന്നേ ഉള്ള എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാ ടെക്നീഷ്യൻസും അവരുടെ വർക്ക് അത്രയും നന്നായി ചെയ്യുമ്പോഴാണ് എൻ്റെ വർക്കിനും അത് വലിയൊരു സപ്പോർട്ടാവുന്നത്. അപ്പം റൈറ്റർ ഡോക്ടർ രന്തീർ തൊട്ട് ഓഫ് കോഴ്സ് നമ്മുടെ ടീമിൻ്റെ ക്യാപ്റ്റൻ മിഥുൻ മാനുവൽ, അദ്ദേഹം എനിക്ക് തന്ന അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിയർ വിഷൻ ഉണ്ടായിരുന്നു. അത് എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു. അതെനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ എന്നെ വളരെയധികം അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തേനി സർ, ഷമീർ, എഡിറ്റർ ഷമീർ, ഇവരുടെയൊക്കെ ടെക്നിക്കൽ ബ്രില്യൻസ്. പിന്നെ ഓഫ് കോഴ്സ് ജയറാം ഏട്ടനും മമ്മൂക്കയും സ്ക്രീനിലുണ്ടാകുമ്പം അത് സ്കോർ ചെയ്യാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് തന്നെ വേറെയാണ്. അപ്പം ആ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയണം. അവരൊക്കെ എന്നെ പരിചയപ്പെടുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ്, ഇപ്പോഴാണ് പരിചയപ്പെടുന്നത്. എന്നാലും എൻ്റെ വർക്കിനെ വളരെയധികം അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കിലൂടെ സിനിമയുടെ ആസ്വാദനം കുറച്ചുകൂടെ നന്നായി എന്ന് അഭിപ്രായം കേൾക്കുന്നതിന് വളരെയധികം സന്തോഷം. എല്ലാവരും കാണുക, സിനിമയെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.
എല്ലാവർക്കും നമസ്കാരം. സിനിമ സ്വപ്നം കാണുന്ന ഏതൊരു വ്യക്തിക്കും ഉള്ള ഒരു ആഗ്രഹമാണ് മമ്മൂക്കയോടൊപ്പം അഭിനയിക്കുക എന്നുള്ളത്. എൻ്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമാണ് ഈ സിനിമയിലൂടെ ആ ഒരു സ്വപ്നം സാഫല്യമായത്. പക്ഷേ മമ്മൂക്കയോടൊപ്പം അഭിനയിച്ചതിന് ശേഷം അത് എല്ലാവരോടും ഇങ്ങനെ പറയണമല്ലോ, അതിങ്ങനെ പറയാൻ പറ്റാണ്ട് കുറേ നാളായിട്ട് ഇങ്ങനെ വീർപ്പ് മുട്ടിക്കൊണ്ട് നടക്കായിരുന്നു. അതെന്തായാലും ഇന്നലത്തോടു കൂടി അത് മാറിക്കിട്ടി. പിന്നെ ബാക്കി കിട്ടിയതെല്ലാം ബോണസാണ്. കാരണം വിതിൻ ചേട്ടൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുക, ജയറാമേട്ടനോടൊപ്പം അഭിനയിക്കുന്നത്, പിന്നെ ഒരു ഹിറ്റ് പടത്തിൻ്റെ ഭാഗമാവുക, അത് സാധിച്ചു. എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പടത്തിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. നമ്മുടെ എഴുത്തുകാരൻ സംസാരിക്കുന്നു. നമസ്കാരം. ഒരു പുതുമുഖ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത് ആർക്കും കിട്ടാത്ത ഒരു ഏറ്റവും വലിയൊരു അവസരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. മലയാള സിനിമ അല്ലെങ്കിൽ സിനിമ കണ്ടു തുടങ്ങിയ പോലെ തന്നെ എൻ്റെ മനസ്സിൽ ചേക്കേറിയിട്ടുള്ള നടന്മാരെന്ന് പറയാൻ പറ്റില്ല, അവരതിക്കപ്പുറമായിട്ടുള്ള ആൾക്കാരാണ് മമ്മൂക്കയും ജയറാമേട്ടനൊക്കെ. അവരുടെയൊക്കെ സിനിമകൾ ഒരുപാട് നാൾ കണ്ട് ഒരുപാട് സന്തോഷിച്ച് ഒരുപാട് കരഞ്ഞിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. അവരെ പോലുള്ള മഹാരഥന്മാർക്ക് വേണ്ടിയിട്ട് ഒരു കഥ എഴുതുക, ഒരു തിരക്കെഴുതുക എന്നുള്ളത് ഏതൊരു തിരക്കഥാകൃത്തിനും ഒരു സ്വപ്നം തന്നെയായിരിക്കും. ആ സ്വപ്നം ഇപ്പോൾ ഇവിടെ സഫലമായതിൻ്റെയും ആ സിനിമ ഒരു ജനങ്ങൾ ഏറ്റെടുത്തതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എല്ലാത്തിനും നന്ദി. മിഥുൻ മാനുവൽ തോമസ് എന്ന ഈ കപ്പിത്താനെ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു നോക്കുന്നു. ഡോക്ടർ സംസാരിക്കാൻ ഷൈയാനേ ഉള്ളൂ. വയനാട്ടിലെ ഏറ്റവും പ്രഗത്ഭനായ ഓർത്തോ സർജനാണ്. അപ്പോൾ അത് ഒരു മാർക്കറ്റിംഗ് ആയിട്ട് വേണമെങ്കിൽ ഇതിന് ശേഷമുള്ള ചോദ്യങ്ങൾ പറയാവുന്നതാണ്. ഇനി മമ്മൂക്ക അദ്ദേഹം ഒന്നോ രണ്ടോ ചോദ്യങ്ങൾക്ക് മറുപടി പറയും. അദ്ദേഹം തിരക്കൊണ്ട് പോകാനായിട്ട്. അതെ, ഓക്കെ. അപ്പോൾ 1 by 1 ആയിട്ട് നമ്മുടെ നമുക്ക് പറഞ്ഞ പോലെ പുതിയ കലാകാരന്മാരെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാവരും ആര്യ ഒഴികെ എല്ലാവരും 1 by 1 ആയിട്ട് സംസാരിച്ചു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോസഫ് എന്നാണ്. ഓസ്ലർ എന്ന ഈ സിനിമയിൽ കൃഷ്ണദാസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇത്രയും വലിയ ഇവരുടെ കൂടെ ഇരിക്കാൻ പറ്റി എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു വലിയ ഭാഗ്യമാണ്. എനിക്ക് പറയാൻ വാക്കുകളില്ല. സോ താങ്ക് യു സോ മച്ച്. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആഡം സാബിക്. എന്താ പറയുക, എനിക്കിപ്പോൾ ഇന്നലെ മുതൽ ഞാൻ എക്സൈറ്റ്മെൻറ്റിൻ്റെ പീക്കിലാണ്. ലൈക്ക് ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്രത്തോളം റെസ്പോൺസ് വരികയും, എൻ്റെ ആദ്യത്തെ സിനിമയാണത്. ആ സിനിമ തന്നെ ഇതിൻ്റെ ഏറ്റവും ഞാൻ നന്ദി പറയേണ്ടത് വിതിൻ മാനുവൽ തോമസ് എൻ്റെ ചേട്ടനോടാണ്. എന്നെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തതിന് പിന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്, ഞാൻ ചെറുപ്പം മുതൽ ഞാൻ സ്നേഹിക്കുകയും ആരാധിക്കുകയും പെർഫോമൻസുകളുടെ കണ്ണ് നിറയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്ത എൻ്റെ മമ്മൂക്കയുടെ കുട്ടിക്കാലം അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് ജയറാമേട്ടനോടൊപ്പം സംസാരിക്കാൻ കഴിഞ്ഞു. ജയറാമേട്ടൻ്റെ സിനിമയിലൊരു വേഷം ചെയ്യാൻ കഴിയുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. സിനിമ ആഗ്രഹിച്ചെടുക്കുന്ന ഏതൊരു ചെറുപ്പക്കാരനും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. എന്താ പറയുക, എനിക്ക് ഒരുപാട് വാക്കുകൾ കിട്ടുന്നില്ല. ചേട്ടാ നന്ദി, ജയറാമേട്ടാ നന്ദി, മമ്മൂക്ക താങ്ക് യു സോ മച്ച്. മിഥുൻ ചേട്ടാ താങ്ക് യു സോ മച്ച്. ജനിച്ചതിന് ശേഷം ഓർമ്മ വെച്ച സമയത്ത് നമ്മൾ കാണുന്നതാണ് മമ്മൂക്കയുടെയും ജയറാമേട്ടൻ്റെ സിനിമയല്ല. അപ്പോൾ അവരോടൊപ്പം വർക്ക് ചെയ്യുക എന്നുള്ളത് വലിയൊരു ലക്കാണ്, വലിയൊരു ബ്ലെസ്സാണ്. സോ താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഞാൻ ശിവ ഹരിഹരൻ. ഇതുപോലെ തന്നെ ഓസ്ലറിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. എനിക്ക് ക്രിസ്റ്റഫറിൽ ഈ പറഞ്ഞ പോലെ ചെറിയൊരു വേഷം അഭിനയിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് എന്നുള്ളത് മമ്മൂക്കെ ഒന്ന് കാണാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ അന്ന് പറ്റിയില്ല. പക്ഷേ ഓസ്ലറിന് വന്നപ്പോൾ അത് പറ്റി. നമുക്ക് താങ്ക് യു സോ മച്ച്. ജയറാമേട്ടൻ്റെ കൂടെ, അതായത് ജയറാമേട്ടൻ്റെ ഒരു സിനിമയിൽ ഭാഗമാവുക, അതിന് വളരെയധികം സന്തോഷം. പിന്നെ മിഥുൻ ചേട്ടാ നന്ദി പറയാൻ വാക്കുകളില്ല, അത്രയധികം സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയുണ്ട് ഉള്ളിൽ. ഈ ബൈക്ക് കയ്യിൽ കിട്ടിയപ്പോഴും എന്താണ് പറയേണ്ടത് അറിയില്ല. വളരെയധികം സന്തോഷം. തിയേറ്ററിൽ തന്നെ എല്ലാവരും സിനിമ കാണുക. താങ്ക് യു. ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, എന്നെ വിളിക്കാതെ. കഥാപാത്രമാണ് ആത്യന്തികമായി നമ്മുടെ മുൻഗണന കൊടുക്കും. പിന്നെ
മറ്റു കൂടെ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സിനിമയിലുള്ളവരല്ലേ, നമ്മളെല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. ജയറാം കുറച്ച് കൂടുതൽ സൗഹൃദം കൊണ്ട ആളാണ്. ജയറാമേട്ടന് വേണ്ടി എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പടമായല്ലോ ഇനി. അത് ചെയ്തേക്കാം എന്ന് പറഞ്ഞല്ലോ നമ്മൾ ചെയ്തത്, ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെ ചെയ്ത സിനിമയാണ്. അങ്ങനെ തന്നെ എല്ലാ സിനിമയും ചെയ്യേണ്ടത്. ചില സമയത്തൊക്കെ നമ്മുടെ തീരുമാനങ്ങൾ ശരിയാകാറില്ലെന്നേ ഉള്ളൂ. സിനിമയുടെ കഥാപാത്രം തന്നെയാണ്. ആദ്യം ഇതിലൊരു ഔട്ട്ലൈൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കഥാപാത്രം ഞാൻ അഭിനയിച്ചാൽ എങ്ങനെയിരിക്കുമെന്ന്. നമുക്ക് താങ്ങൂലെന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോഴാണ് ഇതിന് തീരുമാനമായത്. അല്ലേ, അങ്ങനെയല്ലേ? അങ്ങനെ മനഃപൂർവ്വം രാവിലെ എഴുന്നേറ്റ് ഇന്ന് ഇങ്ങനെ പരിപാടിയെന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങും. അതൊക്കെ അങ്ങനെ എവിടെ നിന്നോ വന്ന് വീണ് കിട്ടുന്നതാണ്. ഇതൊക്കെ എനിക്ക് തന്നെ അത്ഭുതം. അതൊക്കെ അത് കഥാപാത്രമാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അനുഭവം അതാണ്. അത് പുതിയ വാക്കുകൾ തന്നെയാണ്, ബ്ലഡി റൊമാൻറ്റിക്കും ഈ ഡബിൾസ് ഓൾട്ടർനേറ്റീവും ഒക്കെ. പക്ഷേ അത് നമുക്കിങ്ങനെ പറയാൻ ചില സമയത്തൊക്കെ രസം തോന്നുന്ന ഒരുപാട് വാക്കുകൾ നമുക്ക് കിട്ടും. അപ്പോൾ അതിങ്ങനെ ആസ്വദിച്ച് പറയുന്നതാണ്. അത് രണ്ടും ശരിക്കും ആസ്വദിച്ച് പറയുന്നതാണ്. അതായിരിക്കും നിങ്ങൾക്ക് അത് അനുഭവപ്പെട്ടത്. ഇല്ല, ആദ്യമേ ഞാൻ നമുക്ക് എനിക്ക് വേണ്ടി വന്ന് ചെയ്തതിന് നന്ദി എന്ന് ഞാൻ പറഞ്ഞതിൽ ഞാൻ എന്താ കാരണം എന്ന് പറയാം. കാരണം മിഥുൻ എൻ്റെ അടുത്ത് വന്ന് ആ കഥാപാത്രം മമ്മൂക്ക ചെയ്യാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ സത്യമാണോ? പിന്നെ എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം അത് സമ്മതിച്ച് അതിന് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ മിഥുൻ്റെ അടുത്ത് തന്നെ പറയും, ടൈറ്റിൽ ക്യാരക്ടർ എബ്രഹാം മോസ്റ്റർ എന്ന് പറഞ്ഞ് ഞാനാണ് ചെയ്യുന്നത്. അതിൽ മമ്മൂക്ക വന്ന് ചെയ്യാമെന്ന് പറഞ്ഞൊരു മനസ്സ് കാണിക്കുന്നില്ലേ. അതിനപ്പുറം കസേരയിട്ടിരുന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, എന്താ പേര് മറ്റേത്, അതിനും ഇല്ല, പറയുന്നില്ല, കഥയിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിന് ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങൾക്കും അപ്പം അങ്ങനെ അത് സമ്മതിച്ചത് എനിക്ക് വേണ്ടി തന്നെയാണ്. എനിക്ക് വേണ്ടി തന്നെ. പിന്നെന്താ ചോദിച്ചു പറഞ്ഞത്? പുതിയതായിട്ട് അത് പിന്നെ ഓരോന്നും പറഞ്ഞു തരുമല്ലോ. ചില വാക്കുകളും ഇതും എല്ലാം തുടക്കത്തിലെ എനിക്ക് കറക്റ്റ് ചെയ്ത് തന്നു കൃഷ്ണാസ്. എനിക്ക് പറയാൻ അതിനകത്തൊരു പേര് വിളിക്കുന്നുണ്ട്, കൃഷ്ണദാസ്. ജയറാമേട്ടൻ കൃഷ്ണാസ് എന്ന് വിളിച്ചിട്ടുണ്ട്. നമുക്കത് കേൾക്കുമ്പോൾ പറയാം, അവൻ്റെ കൃഷ്ണാസ് ആണോ വിളിക്കുന്നത്? പോലീസുകാരല്ലേ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോൾ ആ കൃ കറക്റ്റ് വരും. അല്ലേ ജയറാമേട്ട? കൃഷ്ണദാസ് എന്ന് വിളിക്കുമ്പോൾ ആ കൃ വരില്ലായിരുന്നു. അതാണ് പറയാൻ വന്നത്. ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. എനിക്ക് ഇപ്പോഴും കഥാപാത്രങ്ങളോടുള്ള ആർത്തി അവസാനിച്ചിട്ടില്ല. ഈ കാതൽ പോലെയുള്ളൊരു സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ പേരൻപ് എന്ന് പറഞ്ഞ സിനിമയിലെ അവസാന രംഗം ഞാൻ വിവാഹം കഴിക്കുന്നത് ആരെയാണ് നിങ്ങൾ ഓർത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതും ഇതിനു മുമ്പും അങ്ങനെയാണ്, ഇതിനു മുമ്പത്തെ കഥാപാത്രങ്ങളും അങ്ങനെയാണ്. ഞാൻ നടനാകാൻ ആഗ്രഹിച്ച ആളാണ്, ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടു നടക്കുന്ന ആളാണ്. ഇതുവരെ പൂർത്തിയായിട്ടില്ല. പിന്നെ ജയറാമിനുമായിട്ടുള്ള വ്യക്തിബന്ധം എന്ന് പറയുന്നത്, ജയറാം സിനിമാ നടനാകുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിച്ച് രാവിലെ എന്നൊക്കെ വന്ന് കണ്ട് ഫോട്ടോ എടുത്തോളാം വെളുപ്പം കാലത്ത്. അത്ര വലിയ അപ്പോൾ ജയറാമിനോട് അന്ന് പോലും നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം സിനിമയിൽ വന്നതിനൊക്കെ വളരെ സന്തോഷം ഉണ്ടായിരുന്നു അന്നൊക്കെ. പിന്നെന്താ ഇന്നലെയൊക്കെ വിജയുടെ കൂടെയുള്ള ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു മെഡ്രാസിൽ. അപ്പോൾ പടം ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ വിജയ് ഓടി വന്നെടുത്ത് ചോദിച്ചാൽ, ഇതിൽ മമ്മൂട്ടി സാർ വെക്കാറ് അപ്പടിയാ? അങ്ങനെയാണ് എനിക്ക് ഇമ്മീഡിയറ്റ് സിനിമ കാണണം, എന്താ മൂപ്പർ ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ടത്. ഇത്ര ഡിഫറെൻ്റായിട്ട് ഓരോ പടങ്ങളും സെലക്ട് ചെയ്യുന്ന അദ്ദേഹം എന്തെങ്കിലും കാരണമുണ്ടാവും ആ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട് പുള്ളി പടം കാണാനായിട്ട് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. அது ஸ்கிரிப்ட் டிமாண்ட் பண்ணுறது தான். அந்த ஸ்கிரிப்டில் அந்த டிமாண்ட் இருக்குது, சாருடைய கேரக்டரைசேஷன் அந்த மாதிரி இருக்குது. ஸோ அதை எக்ஸ்ப்ளோர் பண்ணுறது தான். அண்ட் இன்ஃபேக்ட் நீங்கள் பேரன்பு பார்த்தீங்கன்னா சாரோட கேரக்டரைசேஷனை தான் எக்ஸ்ப்ளோர் பண்ணுவோம். அது எல்லாமே ஸ்கிரிப்டில் கேரக்டரைசேஷன் டிமாண்ட் பண்ணுற விஷயங்கள் தான் அப்படி பண்ணுறது. அண்ட் இன்ஃபேக்ட் நண்பகல் நேரத்து மயக்கம் சாரோட பார்த்தீங்கன்னா கம்ப்ளீட்லி வேறு ஒரு பெர்ஸ்பெக்டிவ் இருப்பாங்க சார். எனக்கே ஃப்ரேமில் பார்க்கும்போது எனக்கு தோணிகிட்டே இருக்கும், சார்கிட்ட சொல்லிகிட்டே இருப்பேன் நான். இன்ஃபேக்ட் இந்த இதுலேயுமே நான் சார்கிட்ட போய்ட்டு எக்ஸைட் ஆகி சொல்லிகிட்டே இருப்பேன் நான். என்னால் இன்னும் கூட இது பண்ண முடியல. ஏன்னா சார்கிட்ட ஒரு மேஜிக், அது எப்படி எங்கே இருக்குன்னு தெரில. அது நாட் ஒன்லி கேமரா, சாருடைய அந்த உயர்ந்த மாபெரும் நடிக்கிறது. அண்ட் இன்னொரு விஷயம் சொல்கிறேன்னா, ஜெயராம் சார் அதே மாதிரி அந்த காம்பினேஷன்
சீக்வன்ஸ் எடுத்துகிட்டு இருக்கும்போதெல்லாம் வந்து பார்த்திங்கன்னா செட்டில் என்னால் ஒவ்வொரு செகண்டும் நான் ஆச்சரியமாகவும் அதை என்ஜாய் பண்ணிகிட்டே இருக்கும். எனக்கு மனசு மைண்டு அந்த அந்த விஷயங்கள் அது 2 பேரும் அவ்வளோ இதுவாக இருக்கும் அதில் அந்த சீக்வன்ஸ் பண்ணும்போது. இது எல்லாமே கேரக்டரைசேஷன் சார் 2 பேருடைய எல்லாம் சேர்ந்தது தான். താങ്ക് യു. ചേട്ടാ നമസ്കാരം. ചേട്ടാ, ചേട്ടൻ്റെ സിനിമകളെല്ലാം നോക്കുമ്പോൾ തന്നെ ഒരു നിതിൻ മാനുവൽ എന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു പക്ക ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്, ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പോൾ ഓസറിൽ നോക്കുമ്പോൾ ഒരു ക്രൈം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിനകത്തൊരു കുറച്ച് വയലൻസ് ഉണ്ടായിരിക്കണം, അതിൽ പ്രേക്ഷകർക്ക് പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനമുണ്ടല്ലോ. പക്ഷേ ഓസറിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു വയലൻസ് ഇല്ല, വേറൊരു പാറ്റേൺ ആണ് പിടിച്ചിരിക്കുന്നത്. എന്താണ് അങ്ങനെ ഒരു ഇത് പിടിക്കാൻ കാരണം എന്താണ്? ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡലിൽ ക്രൈം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു വേറൊരു ട്രാക്ക് നോക്കാൻ കാരണം എന്താണ്? ഇത് ഡോക്ടർ വന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു ഇമോഷണൽ കഥയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു സെറ്റപ്പ്. അപ്പോൾ 5-ാം പാതിരയിൽ നിന്നും മാറി നിൽക്കുന്നു എന്നൊരു കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് ചൂസ് ചെയ്തത്. വേറൊരു തരത്തിൽ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ട്രെയിലർ വിട്ടപ്പോൾ ഞാൻ അതിനകത്ത് വലിയൊരു കാർഡ് വെച്ചിരുന്നു, ആൻ ഇമോഷണൽ ക്രൈം ഡ്രാമ എന്ന്. അത് മാത്രം ആരും കണ്ടില്ല. ഞാൻ അതിനുശേഷം എല്ലാ പോസ്റ്റിലും ഞാൻ പറയുന്നുണ്ട് സുലഭ സ്ഥലത്തുമ്പോൾ ഇമോഷണൽ 5-ാം പാതിര, അത് നമ്മളെല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാനത് ആവർത്തിക്കുകയാണ്, ഇതൊരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ്. ഭൂതകാലം വേട്ടയാടുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റർ, ഭൂതകാലം ദുരന്തമായി മാറിയ അതെ അതിനകത്ത് ഭൂതകാലം വല്ലാതെ നായകൻ. പിന്നെ പടത്തിലെ തന്നെ വലിയൊരു ഡയലോഗ് കടമെടുത്താൽ, അനീതിയുടെ കണക്ക് പുസ്തകം തുറന്നു വെച്ച് പകരം ചോദിക്കാൻ ഇറങ്ങുന്നവൻ്റെ മുന്നിൽ തെറ്റുകൾ ഉണ്ടാവില്ലോ, ശരികൾ മാത്രമേ കാണൂ. ആ പരിപാടിയിലാണ്, അതാണ് ഈ സിനിമ മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു ഇമോഷണൽ ഡ്രാമ സ്പേസ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അപ്പോൾ അത് ഇന്നലെ ഉച്ചവരെ ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു. കാരണം വരാൻ പോകുന്ന യൂത്ത് എന്ത് കൺവിക്ഷനോട് കൂടിയാണ് വെച്ചുകൊണ്ടാണ് വരുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ പോസ്റ്റ് ഇട്ടതുപോലെ 150-ൽ പരം എക്സ്ട്രാ ഷോസാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കളിച്ചത്. ഇപ്പോൾ 5-ാം പാതിര ചെയ്തിട്ടുണ്ട്, ആടുപൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം എൻ്റെ ഏറ്റവും വലിയ വിജയങ്ങളുടെ എനിക്ക് തോന്നുന്നു ഇരട്ടിയിലധികമായിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് ഡേ ഷെയർ എന്ന് പറയുന്നത്. ചിലപ്പോൾ 3 ഇരട്ടി വരെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും വലിയ ഒരു വിജയത്തിലേക്കാണ് ഇന്നലെ വൈകുന്നേരമായപ്പോഴത്തേക്കും പടം എത്തിയത്. ഇതിൻ്റെ പ്രധാന കാരണം തേനി സാറ് പറയുന്ന പോലെ ഇന്ത്യാവിൻ മാബെരും നടികർ, അത് അദ്ദേഹത്തിൻ്റെ ക്യാപ്ഷനാണ്. ആ ക്യാപ്ഷൻ കേട്ടസി മിസ്റ്റർ തേനി ഈശ്വരനാണ് കേട്ടോ. തേനി സാർ ഇടയ്ക്കിടയ്ക്ക് പറയും, അവർ മാബെരും നടികർ താ എന്നിടയ്ക്കിടയ്ക്ക് പറയും. പിന്നെ ഇവരെ ഒരുമിച്ചൊരു സിനിമയിൽ നിങ്ങൾ പറഞ്ഞ പോലെ ചില ഇലക്ട്രിഫൈങ് മൊമെൻറ്റ്സിൽ കണ്ടതിൻ്റെ ഒരു സന്തോഷം അത് പ്രേക്ഷകർക്കുണ്ട്. കാരണം മലയാളികൾക്ക് ജയറാമേട്ടൻ ഈ പറഞ്ഞ പോലെ കാനനവാസത്തിന് പോയി എന്ന് പറഞ്ഞ പോലെ തെലുങ്കിലും തമിഴിലും വാ തുറന്നപ്പോൾ വിജയ് മഹേഷ് ബാബു എന്നൊക്കെ പറയുള്ളൂ. അത് കണ്ടില്ലേ, അതാണ്. അപ്പോൾ അതെ, അത് വന്നു. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ജയറാമേട്ടൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നു, അതിൽ മമ്മൂക്ക ഇരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു കൗതുകം ആഘോഷിക്കാൻ ഒരുപാട് പ്രേക്ഷകർ എത്തുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇത് ഡോക്ടർ പറഞ്ഞ കഥയിലെ ആ ഡ്രാമ പാർട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചത്. മലയാളിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനങ്ങളായ ഇവിടെ ഈ മലയാളിക്ക് ഏറ്റവും ആവശ്യമായ സാധനങ്ങളായി പച്ചക്കറി, അരി മുതലായ സാധനങ്ങളൊക്കെ ആന്ധ്രയിൽ നിന്ന് വരുന്നു എന്ന് പറയുന്ന പോലെ ജയറാമേട്ടനെ തിരിച്ചു കൊണ്ടുവന്നത് ബിജു ചേട്ടൻ. ഏറ്റവും ആവശ്യമായിരുന്ന മലയാള സിനിമയ്ക്ക് ആവശ്യമായിരുന്ന ഒരു അരി പച്ചക്കറി പാക്കേജ് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നത് വേണമല്ലോ. അപ്പോൾ എന്തെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭയങ്കര ഗ്രിപ്പിംഗ് ആയ ഒരു കഥ വേണം, അല്ലെങ്കിൽ എന്താണ് ശരിക്കും? അത് അദ്ദേഹത്തിന് തീരുമാനമായിരുന്നു കേട്ടോ, അദ്ദേഹത്തിന് തീരുമാനമായിരുന്നു. അദ്ദേഹം അങ്ങനത്തെ ഒരു കഥ കിട്ടിയാലേ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നിടത്താണ് ഈ അദ്ദേഹം എന്നോട് കഥ പറയുന്നത്, ഞാനത് ജയറാമേട്ടനോട് പറയുന്നു. പിന്നെ ആ പ്രൊജക്റ്റ് അങ്ങനെ അനുദിനം വലുതാവുകയായിരുന്നു. നല്ല ടെക്നീഷ്യന്മാർ, നല്ല ആർട്ടിസ്റ്റുകൾ, പിന്നെ ഈ പിന്നിലിരിക്കുന്ന പടം കണ്ടവർക്കറിയാം, പിന്നിലിരിക്കുന്ന മുതലുകളെല്ലാം പടത്തിൽ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് പറഞ്ഞ പോലെ നാളെയുടെ വാഗ്ദാനങ്ങളാണ് ഇരിക്കുന്നത്. എല്ലാം ചേർന്ന് നന്നായി വന്നൊരു സിനിമയാണ് അബ്രഹാം ഓസ്ലർ. വിജയേട്ടാ, പടത്തിൻ്റെ അവസാനം നമ്മുടെ ഓസ്ലറിൻ്റെ വേറൊരു മോഡാണ് കാണിക്കുന്നത്. അതെ. അപ്പം സെക്കൻഡ് പാർട്ടിൽ വേറൊരു, ഫസ്റ്റ് പാർട്ട് ഇമോഷണൽ ആണെങ്കിൽ സെക്കൻഡ് പാർട്ട് വേറൊരു ലെവലിലുള്ള ഓസ്ലറിനെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ അതിനൊരു കാർഡ് വെക്കും, നിങ്ങൾ അതും കൂടെ നോക്കിയിട്ട് വന്നാൽ മതി അടുത്തൊരു പാർട്ട് വരുമ്പോൾ. മമ്മൂക്ക ഇവിടെ നമുക്ക് ഇന്നലെ ഈ സിനിമ ഹിറ്റടിക്കുന്നു,
ഇന്നലെ തന്നെ മമ്മൂക്കാടെ പുതിയ സിനിമയുടെ ടീസർ ഇറങ്ങുന്നു. എന്താ മമ്മൂക്ക, ഒരു രക്ഷയില്ലാട്ടോ ടീസർ കണ്ടിട്ട്. ഗംഭീരം ഒരു ഗെറ്റപ്പ്. അതേക്കുറിച്ചും കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് മമ്മൂക്ക. അത് ഒരു രക്ഷയില്ലാത്ത ഗെറ്റപ്പ്. ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയപ്പോൾ ഇന്നലെ കണ്ടപ്പോഴും അത് വരട്ടെ പറയാം. നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്ന അതൊക്കെ എനിക്ക് പേടി. പ്രതീക്ഷിക്കും തീരില്ലേ, നമുക്ക് സമയമാവട്ടെ അതിനെപ്പറ്റി പറയാം. തീർച്ചയായിട്ടും ജയറാമേട്ടൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യങ്ങൾ ചോദിക്കുകയാണ്. മമ്മൂക്ക പറഞ്ഞു, വീണ്ടും ജയറാമേട്ടൻ ഉറപ്പിച്ചൊരു, ഞാനുള്ളത് കൊണ്ട് തന്നെയാണ് മമ്മൂക്ക വന്ന് അഭിനയിച്ചത്. മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, ഫോട്ടോ എടുക്കാമെന്ന കഥ. ആ ഒരു കഥയുണ്ട്, ജസ്റ്റ് ആ കഥ ഒന്ന് ഓർത്തെടുക്കും. ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തും ആദ്യം ഫോട്ടോ എടുത്ത കഥ. ആദ്യം നമുക്ക് മട്ടാഞ്ചേരി അവിടെ ഫോർട്ട് കൊച്ചിയിൽ താമസിക്കുമ്പോൾ കലാഭവൻ്റെ പ്രോഗ്രാമിന് അൻസാറുണ്ട്. അൻസാർ ഞങ്ങളുടെ കൂടെ കലാഭവനിൽ. അൻസാറിൻ്റെ വീട്ടിൽ പോയി അൻസാറിനോട് ഞാൻ പല ദിവസങ്ങളും ചോദിക്കും, ഒരു ഫോട്ടോ എനിക്കത് മാത്രം മതി, കൂടെ എടുക്കും. അങ്ങനെ അവസാനം അൻസാറിൻ്റെ വീട്ടിൽ പോയി കിടന്ന് കാലത്ത് നമുക്ക് ഷൂട്ടിങ്ങിന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു കാലത്ത് 6:30 മണിക്ക് വീടിൻ്റെ വാതിൽക്ക് പോയി കൊണ്ടുപോയി ഇപ്പോൾ കലാഭവനിലെ ഇതാന്ന് പറഞ്ഞിട്ട് അന്ന് ഇറങ്ങുമ്പോൾ ഒരു ഫോട്ടോ എടുത്തു. അതിനുശേഷം രണ്ടാമത് ഫോട്ടോ എടുക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയുണ്ട് ആശാൻ എന്നുള്ള പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് മമ്മൂക്ക വരുന്നു. എൻ്റെ വീടിന് തൊട്ടടുത്തായിരുന്നു. ആ പഴയ ഫോട്ടോ എടുക്കാമെന്ന് കാര്യം ഓർമ്മിപ്പിച്ചപ്പോൾ അപ്പോഴും ഓർമ്മയുണ്ട്, അൻസാറിൻ്റെ കൂടെ വന്നാണല്ലേ എടുത്ത് ചോദിച്ചു. അങ്ങനെ അപ്പുറം പോകുന്നു. അങ്ങനെ ഒരുപാടുണ്ട്. അതിപ്പോഴും ഇതൊരു ഭാരമാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇറക്കി വയ്ക്കൂലേ മോനെ, ഈ ഭാരം ചുമക്കുന്ന സുഖമാണ് എൻ്റെ സുഖം. അപ്പോൾ മമ്മൂക്ക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പോകാനുണ്ട്, ഷൂട്ടിംഗ് ഉണ്ട്. അദ്ദേഹം തന്നെ കാശ് മുടക്കുന്ന ടർബോയുടെ ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതിനെന്തായാലും പോകണം. അപ്പോൾ അദ്ദേഹം ഒന്ന് പോയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഡെവിൾസ് ഓൾട്ടർനേറ്റീവ് മമ്മൂക്ക അല്ലാതെ വേറെ ആരും ചെയ്താൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണോ ജയറാമേട്ടൻ? അല്ല, അതുകൊണ്ടല്ല. ആ ഒരു ക്യാരക്ടർ ഒരു വലിയ ഒരു ഇമേജുള്ള ഒരു ആക്ടർ തന്നെ വരണം. അപ്പോൾ അതിന് മമ്മൂക്കാടത്തൊക്കെ ചോദിച്ചാൽ നടക്കുമോ എന്നുള്ള അറിയില്ലായിരുന്നു. പക്ഷെ ചോദിച്ചപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. അത് തന്നെ ആ മനസ്സിൻ്റെ ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും സമ്മതിച്ചത് മിഥുൻ പല പ്രാവശ്യം ചോദിച്ചതെന്ന് പറഞ്ഞു, ഇതെനിക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ നമുക്ക് തുടരാം ഇദ്ദേഹം ഒന്ന് പോയതിന് ശേഷം.